അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് അവനെ കുറെ മിസ് ചെയ്യുന്നത്. ലൈവിൽ ജാസ്മിൻ ഒറ്റപ്പെട്ടു പോവുകയാണെന്നും ഗബ്രിയും റസ്മിനും ഉണ്ടായിരുന്നെങ്കിൽ കൂട്ടായനെ എന്നുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ രണ്ടുപേരും പുറത്തായത് കൊണ്ടാണ് കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് ജാസ്മിന് ആ വീട്ടിലിരിക്കാൻ പറ്റുന്നത്. അവരുണ്ടായിരുന്നെങ്കിൽ ടോപ്പ് 10 പോലും എത്താൻ കഴിയത്തില്ലായിരുന്നു ജാസ്മിന്. ജാസ്മിൻ ഗബ്രിയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കുകയായിരുന്നു ജിൻഡോ. ഈ ടോപ്പിക്കിൽ ജാസ്മിൻ എത്ര ന്യായീകരിച്ചാലും അത് പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് ജിൻഡോയ്ക്ക് നല്ല പോലെ അറിയാം. എനിക്ക് മിസ് ചെയ്യുന്നത് താനാണോ തീരുമാനം? ജിൻഡോ വെച്ച കെണിയില് ചാടിപ്പോയങ്ങ് വീണു കൊടുക്കുവാണ് ജാസ്മിൻ. പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് ജാസ്മിന് ഒരു ഐഡിയയും ഇല്ല. പക്ഷെ ജിൻഡോയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ആ അറിവ് ജിൻഡോ നൈസായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. ശരിക്കും പുറത്തായ മത്സരാർത്ഥികൾ തിരിച്ചെത്തുന്ന എപ്പിസോഡ് ഉടനെ തന്നെ കാണും. അതിനു മുൻപ് അവരെല്ലാം മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ജാസ്മിൻ. ജിൻഡോ അതിൽ നിന്ന് ഗബ്രിയുടെ ഭാഗമെടുത്ത് ജാസ്മിന് കൊള്ളുന്ന രീതിയിൽ ഒരു കൊടുപ്പം കൊടുത്തു. ഇപ്പോൾ പോകുന്ന പോലെ എല്ലാം മറന്ന രീതിയിൽ പോകുന്നതാണ് ജാസ്മിന് നല്ലതെന്ന് ജിൻഡോ അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്റെ സ്വപ്നം തീരുമാനിക്കുന്നത് ജാസ്മിനാ. കുറച്ചു ദിവസം മുൻപ് ജിൻഡോയുടെ അടുത്ത് പോയിട്ട് മുത്തേ കരളെ എന്ന് പറഞ്ഞിരിക്കുന്നു, സ്നേഹിക്കുന്നു, കൊഞ്ചുന്നു. ഇപ്പോൾ എവിക്ഷനിൽ സേഫ് ആയപ്പോൾ പഴയപടി തുടങ്ങിയിട്ടുണ്ട് ജാസ്മിൻ. ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ മാറിയാൽ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവത്തില്ലേ ജാസ്മിനെ? ജിൻഡോ അല്ല, ഞാൻ നേരെ അവനെ ശരിക്കും ജിൻഡോ ജാസ്മിനിട്ടൊന്ന് കൊളുത്തി നോക്കിയതാണ്. അപ്പോൾ തന്നെ തർക്കിച്ച് തോപ്പിക്കുന്ന സംഭാഷണവുമായിട്ട് ജാസ്മിൻ എത്തി. മുദ്ര പതിപ്പിക്കൽ ടാസ്കിലും ഇത്തരം തർക്കവുമായിട്ട് സിജോയുടെ അടുത്ത് കളിച്ചുകൊണ്ട് തന്നെ അവരേതായാലും ഈ വിഷയത്തിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. ജാസ്മിനെതിരെ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് ഫണ്ണിനാണ് പറഞ്ഞെന്നൊക്കെ ജിൻഡോ പറയാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതിൽ പിടിച്ച് പൊട്ടിത്തെറിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പോലെയാണ് ജാസ്മിനെ തോന്നിയിട്ടുള്ളത്. തെറ്റ് ജാസ്മിന്റെ ഭാഗത്താണെങ്കിലും മാസ് ഡയലോഗ് അടിച്ച് വെളുപ്പിക്കുന്ന പരിപാടി ജാസ്മിനുണ്ട്. അത് ജിൻഡോയുടെ അടുത്ത് എടുക്കേണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരുത്തുവാണ് ജിൻഡോ. ജാസ്മിൻ അല്പം സംയമനം പാലിച്ചാൽ ടോപ്പ് 5 കയറാം. ഒരു എവിക്ഷൻ കൂടെ ബാക്കിയുള്ള കാര്യം ജാസ്മിൻ മറന്നു പോകരുത്.